ഗെറ്റ് റെഡി സിറ്റിസൺസ്, ഇന്ത്യൻ സിറ്റിസൺ സൈനിങ് പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. മെൻ്റലല്ല, ചിരിച്ചോണ്ട് പറയാ. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒഴിവില്ല. എന്താണിത്, PSC ആയിട്ട് വന്നോ? പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ PSCയോ എക്സാമോ എന്തോ ഉണ്ടാ ഒഴിവില്ല എന്ന് എഴുതാൻ? 2029 34 അതിനുശേഷം മോദി തന്നെ. 2029 34 അതിനുശേഷം മോദി തന്നെ. ഈ ഓടിപ്പോയ മോദി ആണോ ഇനി വരാൻ പോകുന്നത്? കാരണം ഏത് മോദിനാണ് ഉദ്ദേശിച്ചത്? കാരണം ഇത്രപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമോ 34 വരെ നിൽക്കാൻ? ഇപ്പോൾ ഓടിപ്പോയ മോഡി തിരിച്ചു വരുമെന്ന് അറിയില്ല. അപ്പോൾ ഉപദേശം തേടി ലോക നേതാക്കൾ. അപ്പോൾ ഉപദേശം തേടി ലോക നേതാക്കൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓടിപ്പോയ മോദിനായിരിക്കും ഉദ്ദേശിച്ചത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഓടിപ്പോയ മോദിനെ തിരിച്ചുകൊണ്ടുവരായിരിക്കും. നമുക്ക് നോക്കാം. ഒഴിഞ്ഞ കസേര കാണാത്തത് ചിലർക്ക് വിഷമം ഉണ്ടാകും. നോർക്കയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ടോള്. മുഖ്യമന്ത്രിക്ക് വരെ പരിഹസിക്കുക. എങ്ങനെയുണ്ട്? നമ്മൾ സാധാരണക്കാരനെ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ കേസെടുക്കാൻ ആരുമില്ല. മുഖ്യമന്ത്രിക്ക് ആരെന്ത് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ നമുക്ക് നോർക്കനെ കുറിച്ചൊന്ന് പറയാം. നോർക്ക എന്ന് പറയുന്നത് ഒരു ഇൻഷൂർ കമ്പനിയാണ്. നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് ഗ്ലോബലാണ് കേട്ടോ. ഗ്ലോബൽ കോണ്ടാക്ട് സെൻ്ററാണ്. അപ്പോൾ നോർക്ക എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ നമ്പറും ഉണ്ട് കേട്ടോ. നോർക്ക എന്ന് പറയുന്നത് ഒരു ഇൻഷൂർ കമ്പനിയാണ്. എന്ന് വെച്ചാൽ അബ്രോഡില്ലാത്ത താമസക്കാർക്ക് മതിയാക്കിയിട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങളാണ്. പക്ഷെ പറയാനുള്ളത് മറ്റേ പ്രവാസി പെൻഷൻ തന്നെ ഒരാൾ അപ്ലൈ ചെയ്തിട്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴേ വേണ്ടെന്നാണ് പറഞ്ഞത്. അയാളാണെങ്കിൽ മൊത്തത്തിൽ പൈസ അടച്ചും കഴിഞ്ഞ്. അപ്പോൾ ഈ പ്രായം കഴിഞ്ഞാലേ ഇത് കിട്ടുമെന്നും പറയുന്നത്. അപ്പോൾ പ്രവാസി പെൻഷനായാലും നോർക്കയായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സിറ്റിസൺ അനുഭവത്തിൽ നോർക്കയിൽ നിന്ന് ഒരാൾക്കൊന്നും കിട്ടിയിട്ടില്ല. അയാൾ ബുദ്ധിമുട്ടീന്. അപ്പോൾ നോർക്ക അല്ലാത്ത പ്രവാസി പെൻഷൻ എല്ലാവരും ബുദ്ധിമുട്ടിയെന്ന് പറയൂല. കാരണം മമ്മൂട്ടിൻ്റെ ഒരു സിനിമ ഉണ്ട് ഇൻഷൂറിൻ്റെ, എന്താ അതിൻ്റെ പേര് എന്നറിയില്ല. ആ സിനിമ കാണാനും ശ്രമിക്കുക. അപ്പോൾ പറയാനുള്ളത്, സ്ക്രിപ്റ്റ് നല്ലതാണ്, സിനിമ കാണാൻ തന്നെ വേണം. കാരണം മ്യൂസിക്കാണോ ഹറാമ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ ഹറാമ്, അല്ലെങ്കിൽ റോങ്? ഇപ്പോഴത്തെ സകല വിശ്വാസികളോടാണ് ചോദിക്കുന്നത്, എതിർക്കുന്നത്. അപ്പോൾ കപട വിശ്വാസികളാണ് ഉത്തരം പറയേണ്ടത്. വിശ്വാസികൾ ആ പരിപാടിക്ക് പോകാറില്ല. സോ മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺ.